ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി സേഫ്റ്റി ഗുരു. മലയാളി സേഫ്റ്റി ഗുരുവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിഡ് സ്ട്രീമിനെ പരിചയപ്പെടാം. എന്താണ് മിഡ് സ്ട്രീം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് മിഡ് സ്ട്രീമിൽ നടക്കുന്നത് എന്നെല്ലാം കാണാം. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, എന്തൊക്കെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നിങ്ങനെയെല്ലാം കണ്ടിരുന്നു. അതിൽ തന്നെ അപ്സ്ട്രീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിഡ് സ്ട്രീമിനെ പരിചയപ്പെടാം. എന്താണ് മിഡ് സ്ട്രീം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് മിഡ് സ്ട്രീമിൽ നടക്കുന്നത് എന്നെല്ലാം കാണാം. അപ്സ്ട്രീമിൽ വെച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ക്രൂഡ് ഓയിലിനെയും നാച്ചുറൽ ഗ്യാസിനെയും എല്ലാം മിഡ് സ്ട്രീമിൽ പല പൈപ്പ് ലൈൻസിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് നാച്ചുറൽ ഗ്യാസ് അതിന്റെ പല ഇംപ്യൂരിറ്റീസും വേർതിരിക്കുന്നതിനായി പല ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലേക്ക് ഈ പൈപ്പ് ലൈൻസുകളിൽ കൂടി ഡെലിവർ ചെയ്യുന്നു. അതിനുശേഷം പ്രോസസിംഗ് പ്ലാന്റുകളിലേക്ക് എത്തിച്ച് ഈതെയ്ൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ തുടങ്ങിയവ വേർതിരിച്ചെടുക്കുന്നു. ട്രീറ്റും പ്രോസസ്സും ചെയ്ത് ബാക്കി വരുന്ന നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ ക്വാളിറ്റി നാച്ചുറൽ ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ക്രൂഡ് ഓയിലിന്റെ കാര്യമാണെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത ക്രൂഡ് ഓയിൽ ഫീൽഡ് ഗ്യാതറിംഗ് പൈപ്പ് ലൈനിലൂടെ കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. വലിയ തോതിലുള്ള ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻസ്, റെയിൽ കാർസ്, ട്രക്സ്, മെറൈൻ വെസൽസ് തുടങ്ങിയവയിൽ കൂടിയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ ഗ്യാതറിംഗിൽ നിന്നും വരുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോറേജ് ടാങ്കുകളിലായി ശേഖരിച്ചു വെക്കുന്നു. ഇവിടെ നിന്നും ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് പ്രോസസ്സുകൾ നടക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ, അതായത് മിഡ് സ്ട്രീമിൽ എക്സ്ട്രാക്ട് ചെയ്ത നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ തുടങ്ങിയവയുടെ പ്രോസസ്സിംഗ്, ട്രീറ്റ്മെന്റ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്പോർട്ടിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡൗൺ സ്ട്രീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മലയാളി സേഫ്റ്റി ഗുരു.